നമ്മുടെ റോസാ ചെടിയിൽ വിരിഞ്ഞിരുന്ന പൂക്കളൊക്കെ ഇപ്പോൾ വാടിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മളുടെ റോസയിൽ പൂക്കളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളുടെ വീഡിയോ ഇട്ടപ്പോൾ എനിക്കിതിൻ്റെ പേരറിയില്ലായിരുന്നു, ഈ ചെടിയുടെ, അതായത് ഈ വെറൈറ്റിയുടെ. അപ്പോൾ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, റെഡ് പിനാക്കിയോന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഇതിൽ 10-12 പൂക്കളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചെറിയ ചെടിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ടൊരു ജോലി കേട്ടോ. ഒരു 5 ഇല വരുന്ന അവിടെ വെച്ച് ഞാൻ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൂക്കൾ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉള്ളിയുടെ തൊലിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റോസ മാത്രമേ ഞാനിപ്പോൾ പ്രൂൺ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ബാക്കിയുള്ള 2-3 ചെടികൾക്കും കൂടെ ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെടി നനച്ചതിന് ശേഷം ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അത് നന്നായിട്ട് ചെടിയിൽ പിടിച്ച് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ യൂഫോബിയയുടെ ചെടിയാണ് കേട്ടോ ഇത്. മുള്ളില്ലാത്ത യൂഫോബിയ. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ചെടി നന്നായിട്ട് പിടിച്ച് പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.